Unit number 2, to the world of animals. Wow, all of you have come early today. Very good. Seeing her friends, Mitra came out of her house. Children, you have seen the surroundings of Mitra's house. Which creatures are there in the picture? Among these, which creatures do Mitra raise? Which creatures do humans raise as pets? മിത്ര എന്നാണ് ആ കുട്ടിയുടെ പേര്. അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ കുറേയധികം ജീവികൾ നിപ്പുണ്ട്. അവയുടെ പേര് എഴുതുക. മിത്ര അതിൽ ആരെയൊക്കെയായിരിക്കും പെറ്റായിട്ട് വളർത്തുന്നത്? അതോടൊപ്പം തന്നെ മനുഷ്യർ പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന ജീവികളുടെ പേര് എഴുതുക. ആനിമൽസ്: ക്യാറ്റ്, കൗ, എലിഫന്റ്, ഗോട്ട്, ഡോഗ്, hen, horse, rabbit, butterfly. Squirrel, lizard, duck, donkey, sheep, lion, tiger, zebra. കുറച്ച് ജീവികളുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്ലാസ്സിലെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് എഴുതുക. ഡൊമസ്റ്റിക് ആനിമൽസ്: നമ്മൾ വളർത്തുന്ന ജീവികളാണ് ഡൊമസ്റ്റിക് ആനിമൽസിൽ വരിക. കൗ, ഡോഗ്, ക്യാറ്റ്, ഓക്സ്, ബഫലോ, ഗോട്ട്, ഷീപ്പ്, hen, pig. ഡക്ക്, പാരറ്റ്, സ്ക്വിറൽ, ഗോൾഡ്ഫിഷ്, ഹാംസ്റ്റർ. ധാരാളം പെറ്റ് ആനിമൽസ് ഉണ്ട്. അവയുടെ പേര് ലിസ്റ്റ് ചെയ്യുക. ഹാൻഡ് ബുക്കിന്റെ പേജാണിത്. കുട്ടിയുടെ പേര് എഴുതുക. അവരുടെ വീട്ടിൽ വളർത്തുന്ന, അതായത് പെറ്റായിട്ട് വളർത്തുന്ന ജീവികളുടെ പേര് ലിസ്റ്റ് ചെയ്യുക. ഈ ജീവികളെ നമ്മൾ വളർത്തുന്ന എന്തിനു വേണ്ടിയാവും? കോഴിയെ വളർത്തുന്നത്, നായയെ വളർത്തുന്നത്, അലങ്കാര മത്സ്യങ്ങൾ. അപ്പോൾ നമ്മൾ മനുഷ്യർ ഈ ജീവികളെ വളർത്തുന്നത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാവാം? വൈ ഡു വി റേസ് ആനിമൽസ്? ജീവികളെ പോറ്റി വളർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആനിമൽസ് ആൻഡ് ബെനിഫിറ്റ്സ്: ജീവികളും അവയുടെ ഉപയോഗങ്ങളും. ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി, ഫോർ ഇൻകം, ഫോർ പ്ലഷർ, ക്യാരിയിങ് ലോഡ്സ്, ട്രാൻസ്പോർട്ടേഷൻ. അതായത് ആഹാരത്തിന് വേണ്ടി വളർത്തുന്നു. സെക്യൂരിറ്റി, അതായത് നമ്മൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി വളർത്തുന്നു. ഫോർ ഇൻകം, നമുക്കൊരു വരുമാനമായിട്ട് വളർത്തുന്നു. ഫോർ പ്ലഷർ, നമ്മുടെ മനസ്സിലൊരു സന്തോഷത്തിന് നമ്മൾ വളർത്തുന്നു. അതായത് പെറ്റ് ആനിമൽസിനെയൊക്കെ നമ്മൾ ഈ കാറ്റഗറിയിലാണ് വളർത്തുക. ക്യാരിയിങ് ലോഡ്സ്, ഭാരം ചുമക്കാൻ. ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ യാത്രാ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ ജീവികളെ വളർത്തുന്നത് ഇപ്രകാരം പല ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് മനുഷ്യൻ ജീവികളെ വളർത്തുന്നത്. ആനിമൽസ് ആൻഡ് ദെയർ ബെനിഫിറ്റ്സ്. ഗോട്ട്, ആടിനെ നമ്മൾ വളർത്തുന്നത് മിൽക്ക്, മീറ്റ് എന്നീ ആവശ്യങ്ങൾക്കാണ്. hen, എഗ്, മീറ്റ്. കൗ, മിൽക്ക്. മിൽക്കിന്റെ തന്നെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്. കർഡ് ഉണ്ട്, ചീസ് ഉണ്ട്, അതൊക്കെ ആവാം. പിന്നെ വേറൊരു ആവശ്യമാണ് കൗഡങ്, അതായത് ചാണകം. ഷീപ്പ്, വൂൾ, കമ്പിളി. ചെമ്മരിയാടിൽ നിന്ന് നമുക്ക് കമ്പിളി കിട്ടുന്നു. ഡോഗ്, ഗാർഡ്സ് അവർ ഹൗസ്, വീട് സംരക്ഷിക്കുന്നു. ലവ് ബേർഡ്സ്, ഫോർ ഇൻകം. ഇപ്പൊ മുകളിൽ പറഞ്ഞ എല്ലാ ജീവികളും ഇൻകം തരുന്നവർ തന്നെയാണ്. പക്ഷെ മറ്റ് ആവശ്യങ്ങളല്ലാതെ നമ്മൾ വളർത്തുന്ന ഒരു ജീവിയാണ് ലവ് ബേർഡ്സ്. ലവ് ബേർഡ്സ് മാത്രമല്ല, പീജിയൻ, അതുപോലെ പാരറ്റ്, സ്ക്വിറൽ, ഹാംസ്റ്റർ, ഗിനി പിഗ്, അങ്ങനെ ധാരാളം ജീവികളെ നമ്മൾ ഒരു ഇൻകം കിട്ടാനായിട്ട് വളർത്തുന്നുണ്ട്. അലങ്കാര മത്സ്യങ്ങൾ ഇപ്രകാരം വളർത്തുന്നതാണ്. പൊതുവായി മീറ്റിനായിട്ട് വളർത്തുന്ന ജീവികൾ ഗോട്ട്, hen, ഡക്ക്, ബഫലോ, പിഗ് തുടങ്ങിയ ജീവികളെ നമ്മൾ മീറ്റിനായിട്ട് വളർത്തുന്നു. ഫോർ പ്ലഷർ ആൻഡ് ഇൻകം, അതായത് ഒരു മാനസിക സന്തോഷത്തിനും വരുമാനത്തിനുമായിട്ട് നമ്മൾ വളർത്തുന്ന ജീവികളാണ് ലവ് ബേർഡ്സ്, പാരറ്റ്, പീജിയൻ, ഓർണമെന്റൽ ഫിഷസ്, റാബിറ്റ്, പപ്പീസ്, കിറ്റൻസ്. അതായത് ലവ് ബേർഡ്സ് തത്തകൾ, പ്രാവുകൾ, അലങ്കാര മത്സ്യങ്ങൾ, മുയൽ, പൂച്ചക്കുഞ്ഞുങ്ങൾ, നായ്ക്കുഞ്ഞുങ്ങൾ, അവയൊക്കെ നമ്മൾ ഇൻകം അതേസമയം തന്നെ മെന്റൽ ഹാപ്പിനെസ്സിന് വേണ്ടി വളർത്തുന്നവയാണ്. ഇങ്ങനെ ധാരാളം ജീവികളുണ്ട്. ഫോർ എഗ്, മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ വളർത്തുന്ന ജീവികൾ hen, ഡക്ക്, ക്വയൽ. കോഴി, താറാവ്, കാടപ്പക്ഷി. ഈ ഭാഗത്തിന്റെ കൺക്ലൂഷൻ നോക്കുമ്പോൾ വി റേസ് ആനിമൽസ് ഫോർ മിൽക്ക്, എഗ്, മീറ്റ് ആൻഡ് പ്ലഷർ. ജീവികളെ നമ്മൾ പോറ്റി വളർത്തുന്നത് പാൽ, മുട്ട, ഇറച്ചി, അതുപോലെ തന്നെ മാനസിക സന്തോഷം ഇവയ്ക്ക് വേണ്ടിയാണ്. പേജ് നമ്പർ 23 ആക്ടിവിറ്റിയാണ്. കുറച്ച് ജീവികളുടെ ചിത്രം തന്നിട്ടുണ്ട്. അവ ലിസാർഡ്, പല്ലി, സ്നെയിൽ, ഒച്ച്, ആൻഡ് ഉറുമ്പ്, ക്രോ ഫെസന്റ്, ഉപ്പൻ, സെന്റിപീഡ്, പഴുതാര, ബാറ്റ്, വവ്വാൽ, മംഗൂസ്, കീരി, മില്ലിപീഡ്, തേരട്ട.
ഇപ്പോൾ നമ്മൾ കണ്ട ആനിമൽസ് ദേ ലിവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. നമ്മുടെ വീട്ടിലും ചുറ്റുപാടുമായിട്ട് ജീവിക്കുന്ന ജീവികളാണിവ. ആർ ദെയർ എനി ഡൊമസ്റ്റിക് ആനിമൽസ് അമംഗ് ദിസ്? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ടോ? ഇല്ല. ഫൈൻഡ് ഔട്ട് മോർ ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ യുവർ EVS നോട്ട്ബുക്ക്. അതായത് കൂടുതൽ നിരീക്ഷിച്ചിട്ട് ബുക്കിൽ എഴുതാനായിട്ടാണ്. ക്രിയേച്ചേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹോം, വീടിനകത്തും ചുറ്റുപാടുമായിട്ട് നമ്മൾ കാണുന്ന ചെറിയ ജീവികളെ കുറിച്ചാണ്. earthworm, housefly, mosquito, cricket, dragonfly, honeybee, spider, grasshopper, scorpion, cockroach. earthworm മണ്ണിരയാണ്, housefly ഈച്ച, mosquito കൊതുക്, cricket ചീവീട്, dragonfly തുമ്പി, honeybee തേനീച്ച, spider എട്ടുകാലി, grasshopper പുൽച്ചാടി, scorpion തേൾ, cockroach പാറ്റ. ഒരുപാട് ജീവികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നവയുടെ പേരാണ് എഴുതിയത്. വാസ്പ് കടന്നൽ, ടെർമൈറ്റ് ചിതൽ, ബീറ്റിൽ വണ്ട്, ഫ്രോഗ് തവള, സ്നേക്ക് പാമ്പ്, മോത്ത് ബട്ടർഫ്ലൈ ചിത്രശലഭം, കമേലിയൻ ഓന്ത്. ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആണ്. ഡ്രോ ദ പിക്ചർ ഓഫ് ദ ക്രിയേച്ചേഴ്സ്, ജീവികളുടെ ചിത്രം വരയ്ക്കുക. ഡ്രോ ആൽഫബറ്റ് ഫിഗേഴ്സ് ഓഫ് ആനിമൽസ്, അക്ഷരങ്ങൾ യൂസ് ചെയ്തിട്ട് ചിത്രം വരയ്ക്കുക. നെയിംസ് ഓഫ് ബിഗ്ഗസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ആനിമൽസ് ഫ്രം ലിസ്റ്റ്. ഫിംഗർ ഡ്രോയിങ്, അതായത് നമ്മളിപ്പോൾ എഴുതിയ ജീവികളിലെ വലുതേത് ചെറുതേത്, പിന്നെ വിരൽ ചിത്രങ്ങൾ മഷിയിൽ മുക്കി ചിത്രം പകർത്തുക. ഇത് ഹാൻഡ് ബുക്കിന്റെ പേജാണ്. അപ്പം നമ്മൾ എഴുതിയ ജീവികളിൽ ഒരുപാടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഏറ്റവും വലുതേത് ചെറുതേത് അവയുടെ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നമ്മുടെ നേക്കഡ് ഐ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ ജീവികളുണ്ട്, അതായത് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ ഒരുപാട് വലിയ ജീവികളുണ്ട്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് തന്നിട്ടുള്ളതാണ്. ഡെമോഡെക്സ് ലിവിങ് ഓൺ ഹ്യൂമൻ സ്കിൻ, മനുഷ്യന്റെ തൊലിയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് ഡെമോഡെക്സ്. ഇതൊരു മൈക്രോ ഓർഗാനിസം ആണ്. എ പാരസൈറ്റ് ദാറ്റ് ലിവ്സ് ഇൻ ദ ഗട്ട്, നമ്മുടെ കുടലിൽ ജീവിക്കുന്ന വിരയുടെ ചിത്രം. പിന്നെ കൊറോണ വൈറസ്, അത് കുട്ടികൾക്ക് പിന്നെ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത്ര ചെറിയ ജീവികളാണ്. മൈക്രോ ഓർഗാനിസം ആഴത്തിലുള്ള പഠനത്തിന് വിധേയമാക്കേണ്ട കാര്യമായിട്ടല്ല ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ ജീവികളുണ്ട് എന്ന് കുട്ടികൾ അറിയണം. എക്സാമ്പിളായിട്ട് വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, അവയുടെ കാര്യങ്ങൾ പറഞ്ഞു പോവാം. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 25 ആക്ടിവിറ്റിയാണ്. വേർ ഷാൾ വി ഒബ്സർവ് ടൈനി ക്രിയേച്ചേഴ്സ്? തീർത്തും ചെറിയ ജീവികളെ നമ്മൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? എവിടെ നിരീക്ഷിക്കാം? ഇൻ ദ സോയിൽ മണ്ണിൽ, ഇൻ പ്ലാന്റ്സ് ചെടികളിൽ, ഇൻ വാൾസ് ഭിത്തികളിൽ, ഇൻ ട്രീസ് മരങ്ങളിൽ, അണ്ടർ ദ ലീഫ് ഇലയുടെ അടിയിൽ, ഇൻസൈഡ് ഫ്ലവർ പൂക്കളുടെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ചെറിയ ജീവികളെ നിരീക്ഷിക്കാനായിട്ട് നമുക്ക് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കാം, അതായത് മാക്രോ ഓർഗാനിസംസ്. ഇവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, ചെറുതാണ് പക്ഷേ കാണാം. അവയാണ് മാക്രോ ഓർഗാനിസംസ്. അവയെ നിരീക്ഷിക്കാനുള്ള വസ്തുവായിട്ട് നമുക്ക് ഹാൻഡ് ലെൻസ് ഈ ഘട്ടത്തിൽ പരിചയപ്പെടുത്താം. അപ്പോൾ അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യതയുള്ള ജീവികൾ. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ദ ടൈനി ക്രിയേച്ചേഴ്സ് ഫൗണ്ട് ഇൻ സറൗണ്ടിങ്സ്. ഇത് പേജ് നമ്പർ 25 ആക്ടിവിറ്റിയാണ്. എർത്ത് ആൻഡ് ഡ്രാഗൺ ഫ്ലൈ, സ്പൈഡർ, സെന്റിപീഡ്, ടെർമൈറ്റ്, ലേഡി ബഗ്, മില്ലിപീഡ്സ്, ബീറ്റിൽ. കുറച്ചെണ്ണമേ എഴുതിയിട്ടുള്ളൂ. ഹാൻഡ് ലെൻസിന്റെ സഹായത്തോടെ ചുറ്റുപാട് നിരീക്ഷിക്കുക. അതിനുശേഷം കാണുന്ന ജീവികളെ ലിസ്റ്റാക്കി നോട്ട്ബുക്കിലേക്ക് എഴുതുക. പേജ് നമ്പർ 26 വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ജീവികളെല്ലാം വ്യത്യസ്തമാണ്, അവയുടെ സ്പെഷ്യാലിറ്റീസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ജീവിയെ കാണുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് കാണുമ്പോൾ തന്നെ അത് ഏത് ജീവിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ ആ ജീവിയുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള പ്രത്യേകത അത് തന്നെയാണ്. അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ള 4 പിക്ചേഴ്സ്. എലിഫന്റ് ലെഗ്സ് ആനയുടെ കാലുകൾ, പീകോക്ക് ഫെദേഴ്സ് മയിലിൻ്റെ തൂവലുകൾ, സീബ്ര സ്ട്രൈപ്സ് സീബ്രയുടെ വരകൾ, ചിക്കൻ ലെഗ്സ് കോഴിയുടെ കാലുകൾ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഏത് ജീവിയാണെന്ന്. അപ്പോൾ ഒരു ഫുൾ പിക്ചർ കാണാതെ തന്നെ നമ്മൾക്ക് അതിനെ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഹൗ ഡി ദിസ് ആനിമൽസ് ഡിഫർ, ആനിമൽ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു.
ഹൗ ഡു ദീസ് ആനിമൽസ് ഡിഫർ? ജീവികൾ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കളർ, നിറം, സ്പോട്സ്, കുത്തുകൾ, ഹോൺസ്, കൊമ്പുകൾ, സ്ട്രൈപ്സ്, നീളൻ വരകൾ, ഫീറ്റ്, കാൽപാദങ്ങൾ, ടെയിൽ, വാല്, ഫെദേഴ്സ്, തൂവലുകൾ, സൈസ്, അവയുടെ വലിപ്പം, ലെഗ്സ്, കാലുകൾ, ഹൂഫ്, കുളമ്പ്. അങ്ങനെ ജീവികൾ അവരുടെ പല സ്പെഷ്യാലിറ്റി ഉണ്ട്, അവർക്ക് അതിനനുസരിച്ച് അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ക്രിയേച്ചേഴ്സ് ഐഡന്റിഫൈഡ് ബൈ കളർ. നിറം കൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ: പാരറ്റ്, ക്രോ, കിങ്ഫിഷർ, പീകോക്ക്, സ്റ്റോർക്ക്. ക്രിയേച്ചേഴ്സ് ഐഡന്റിഫൈ ബൈ ഹോൺസ്. കൊമ്പുകൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ: എലിഫന്റ്, ഡിയർ, ഓക്സ്, ബൈസൺ. ആന, മാൻ, കാള, കാട്ടുപോത്ത്. ക്രിയേച്ചേഴ്സ് ഐഡന്റിഫൈ ബൈ സ്പോട്സ്. ശരീരത്തെ സ്പോട്ടുകൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ജീവികൾ: ഡിയർ, മാൻ, ചീറ്റ, ജിറാഫ്, ലെപ്പേർഡ്. ഇവയൊക്കെ പെട്ടെന്ന് അതിന്റെ ശരീരത്തിലെ സ്പോട്ട് കൊണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ജീവികളാണ്. ഒപ്പം തന്നെ ഫീറ്റ് ഓഫ് ഡക്ക്, താറാവിന്റെ കാൽപാദങ്ങൾ, പൗച്ച് ഓഫ് കങ്കാരു, സ്ട്രൈപ്സ് ഓഫ് സീബ്ര, ടൈഗർ, സ്പോട്സ് ഓഫ് ലെപ്പേർഡ്, ബീക്ക് ഓഫ് വുഡ്പെക്കർ, ബീക്ക് ഓഫ് ഹോൺബിൽ. ഇവയൊക്കെയും ഐഡന്റിക്കൽ ആയിട്ട്, അതായത് അവയ്ക്ക് ഒരു സ്പെസിഫൈ ആയിട്ട് തിരിച്ചറിയാൻ കഴിയുന്ന അടയാളങ്ങളാണ്. Every creature is different in shape, size, color, horns, nails, spots, stripes, beaks, hoofs, etc. എല്ലാ ജീവികൾക്കും വ്യത്യാസമുണ്ട്. അവയുടെ ആകൃതി, വലിപ്പം, നിറം, കൊമ്പുകൾ, നഖങ്ങൾ, ശരീരഭാഗത്തെ കുത്തുകൾ, സ്ട്രൈപ്സ്, നീളൻ വരകൾ, ബീക്സ്, കൊക്കുകൾ, ഹൂഫ്സ്, കുളമ്പുകൾ. അങ്ങനെ എല്ലാ ജീവികൾക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. സീ ക്രിയേച്ചേഴ്സ്, പേജ് നമ്പർ 27 ആക്ടിവിറ്റിയാണ് കടലിൽ ജീവിക്കുന്ന ജീവികൾ. സീ ഹോഴ്സ്, കടൽ കുതിര. സീ ഹെജ് ഹോഗ്, കടൽ ചേന. സീ കുക്കുംബർ, കടൽ വെള്ളരി. സീ കൗ, കടൽ പശു. ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. ഒക്ടോപ്പസ്, നീലാളി. സ്റ്റാർ ഫിഷ്, നക്ഷത്ര മത്സ്യം. ഇങ്ങനെ ധാരാളം ജീവികൾ കടലിൽ താമസിക്കുന്നുണ്ട്. ദെയർ ആർ മോർ ക്രിയേച്ചേഴ്സ് ഇൻ ദ സീ ദാൻ ഓൺ ലാൻഡ്. കരയേക്കാൾ അധികം ഒരുപക്ഷെ ജീവികൾ കടലിൽ ഉണ്ടാവും എന്നാണ് ടെക്സ്റ്റിൽ പറയുന്നത്. വൈ ഡിഡ് ദിസ് ക്രിയേച്ചേഴ്സ് ഗെറ്റ് സച്ച് നെയിംസ്? ഈ കടൽ ജീവികൾക്ക് എന്തുകൊണ്ടാണ് ഈ പേര് ലഭിച്ചത്? ദിസ് സീ ക്രിയേച്ചേഴ്സ് ലുക്സ് ലൈക്ക് ക്രിയേച്ചേഴ്സ് ഇൻ ലാൻഡ്. കരയിൽ ജീവിക്കുന്ന ചില ജീവികളുടെ ശരീര പ്രത്യേകതകൾ പോലെയാണ് ഇവയുടെയും ഷേപ്പ്. ഇപ്പോൾ സീ ഹോഴ്സ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കരയിൽ ജീവിക്കുന്ന കുതിരയുടെ തലയുടെ ഷേപ്പാണ് കടൽ കുതിരയ്ക്കുള്ളത്. അതുപോലെ കടൽ ചേന, ചേനയുടെ പുറത്തെ മുള്ളു പോലെയാണ് സീ ഹെഡ്ജ് ഹോഗ് ഉള്ളത്. സീ കുക്കുംബർ, വെള്ളരിയുടെ ഷേപ്പ്. സീ കൗ, പശുവിൻ്റെ ഒരു ഷേപ്പ്. ചില പ്രത്യേകതകൾ കൊണ്ട് മാത്രമാണ് ആ പേര് വന്നിട്ടുള്ളത്. ബ്ലൂ വെയിൽ, നീലത്തിമിംഗലം. ലാർജസ്റ്റ് ക്രിയേച്ചർ ഓൺ എർത്ത്, ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ജീവിയാണ്. ദേ ആർ നോട്ട് ഫ്രം ദ ഫാമിലി ഓഫ് ഫിഷസ്, മീനുകളുടെ ഫാമിലിയിൽപ്പെട്ട ജീവിയല്ല നീലത്തിമിംഗലം. ബ്ലൂ വെയിൽ ഗീവ് ബർത്ത് ടു ദെയർ ഓഫ് സ്പ്രിങ്സ്, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയാണ് ചെയ്യുക. അതായത് ബ്ലൂ വെയിൽ ഈസ് എ മാമൽ, അതൊരു മാമലാണ്.